ഒക്കെ എഴുതി നല്ലൊരു കോളേജിൽ അഡ്മിഷനൊക്കെ മേടിച്ച് പഠിക്കുന്ന കുട്ടിയല്ലേ. പിന്നെ എന്തിനാണ് ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തിന് അനുകൂലിക്കാനായിട്ട് സമ്മതിക്കുന്നത് എന്നൊരു ചോദ്യം ചില ആളുകൾ ചോദിക്കേണ്ടായി. സി, നമ്മുടെ കുട്ടി എൻട്രൻസ് എഴുതാനായിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് അനുഭവിച്ച ഒരു മെന്റൽ പ്രഷർ, അത് കഴിഞ്ഞിട്ട് ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അവരനുഭവിച്ചൊരു റിലാക്സേഷൻ, ആ റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേര് വന്നപ്പോൾ ഉണ്ടായൊരു സന്തോഷം, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടിയപ്പോൾ ഒക്കെ ഉണ്ടായ സന്തോഷം നമ്മൾ നേരിട്ട് അറിഞ്ഞതാണ്. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഈ അവസരമൊന്നും വേണ്ടാന്നാണോ? അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ സേഫായി, ഓക്കെ ഫൈൻ, ഇനി നമ്മൾ ആർക്ക് വേണ്ടിയും ശബ്ദിക്കേണ്ട എന്നുള്ളതൊക്കെയാണ് ചില ആളുകളുടെയെങ്കിലും മനസ്സിലിരിപ്പ്. നമ്മൾ മിനിമം സിവിക് സെൻസ് ഉള്ള കുട്ടികളെയാണ് വളർത്തിയെടുക്കേണ്ടത്. ഈ രാജ്യത്ത് പഠിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് റൺ ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഇവിടെയുള്ള ബാക്കി കുട്ടികളോട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കാണിക്കാനുള്ള അവസരം ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ജെൻസി കുട്ടികള് നേരെ ചൊവ്വേ ഡ്രസ്സ് ചെയ്യില്ല, മുഖത്ത് നോക്കി സംസാരിക്കില്ല, അവർക്ക് വൈബ് സെറ്റ് ആവത്തോട്ട് അവർ പോവില്ല, അവരെന്താ ആൺകുട്ടികളാണെങ്കിൽ ഹെയർ വളർത്തും, പെൺകുട്ടികളാണെങ്കിൽ അത് കട്ട് ചെയ്യും, പെൺകുട്ടികൾ കാതില് ഓട്ടയുണ്ടെങ്കിലും കമ്മലിടൂല, ആൺകുട്ടികള് കമ്മലിടുന്നു. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ജെൻസി കുട്ടികളെ കുറിച്ച് പറയാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രളയത്തിന്റെ സമയത്ത്, കോവിഡ് സമയത്ത്, ഇപ്പോ ഇവിടെയൊക്കെ മുന്നിട്ട് നിന്നത് ഈ കുട്ടികളാണ്. നമുക്ക് പറയാനായിട്ട് എന്താണുള്ളത്? സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാതെ ഒരു വസ്ത്രം ഇടണമെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും സമ്മതം ചോദിച്ച്, എന്തിനൊരു സ്റ്റാറ്റസ് ഇടണമെങ്കിൽ വരെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ നിലപാട് എന്താന്ന് ബാക്കിയുള്ളവർ വിചാരിക്കില്ലേ, എന്നെ വിലയിരുത്തോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു ജനറേഷൻ. നമ്മുടെ പൂർവികര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നും നമ്മുടെ മക്കള് ഇതുപോലൊരു പ്രതിഷേധത്തിൽ പങ്കാളിയായിരുന്നു എന്നും പറയാനല്ലാതെ ഇവിടെ എന്ത് റോളാണ് നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ പെട്ടവർക്ക് ഉള്ളത്? ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഈ രാജ്യം അവരുടേതാണെന്നും ഈ കൂടെ ഉള്ളവരൊക്കെ അവരുടെ സഹോദരി സഹോദരന്മാരാണ്, നമുക്ക് കിട്ടിയ അതേ അവസരങ്ങൾ ബാക്കിയുള്ളവർക്ക് നിഷേധിക്കാൻ പാടില്ല എന്ന് കുട്ടികൾക്കുള്ളൊരു ബോധമെങ്കിലും വലിയവരും കാണിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ കാര്യം മാത്രം സുഖാക്കുക, എൻ്റെ ഒരു ബൗണ്ടറി കെട്ടിത്തിരിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ രാജാവായിട്ടിരിക്കുക എന്നുള്ള നമ്മുടെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അത് മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കാണ്ടിരിക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.